അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനത്തിൽ മുഖ്യാതിഥിയായി മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി. ദാരിദ്ര്യത്തെ നേരിടാൻ തോളോട് തോൾ ചേർന്ന് പോരാടണമെന്ന് മമ്മൂട്ടി പറഞ്ഞു. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ അതിനേക്കാൾ വലിയ ഉത്തരവാദിത്തമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുത്തിരിക്കുന്നതെന്നും നടൻ മമ്മൂട്ടി പറഞ്ഞു. ഹർഷാരവങ്ങളോടെയാണ് അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനത്തിൽ വിശിഷ്ടാതിഥിയായി എത്തിയ മലയാളത്തിന്റെ മഹാനടനെ വേദി സ്വീകരിച്ചത്. ദാരിദ്ര്യത്തെ നേരിടാൻ തോളോട് തോൾ ചേർന്ന് പോരാടണമെന്ന് മമ്മൂട്ടി പറഞ്ഞു. കേരളത്തിന്റെ സാമൂഹിക സൂചികകൾ പലപ്പോഴും ലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ലോകത്തിലെ അതിസമ്പന്നമായ രാജ്യങ്ങളുടെ 20% പോലുമില്ലാത്ത കേരളമാണ് ഇത്രയും വലിയ നേട്ടങ്ങൾ കൊയ്യുന്നതെന്നും അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ അതിനേക്കാൾ വലിയ ഉത്തരവാദിത്തമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുത്തിരിക്കുന്നതെന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു. ഏത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളുണ്ടെങ്കിലും വിശക്കുന്ന വയറിന് മുമ്പിൽ ഒരു വികസനത്തിനും വിലയില്ല. ആ വയറുകൾ കൂടെ കണ്ടു തന്നെയാണ് വികസനങ്ങൾ നമ്മൾ കാണേണ്ടതും പൂർത്തീകരിക്കേണ്ടതും. ഇന്നിവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള സന്തോഷം അതിൻ്റെ മാതൃകയാകട്ടെ, ആരംഭമാകട്ടെ. ഇന്ന് മുഖ്യമന്ത്രി ഇവിടെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്തമാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ. ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ്. ഈ ഭരണ സംവിധാനത്തിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ഉത്തരവാദിത്വം വളരെ വിശ്വാസപൂർവ്വം അവർ നിർവഹിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൊതുവേദിയിലോ നാട്ടിലോ 8 മാസത്തോളമായി ഇറങ്ങാറില്ലെന്നും ഇപ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരുപാട് വികസനങ്ങൾ ഉണ്ടായെന്നും തന്നേക്കാൾ ചെറുപ്പമാണ് കേരളമെന്നും മമ്മൂട്ടി പറഞ്ഞു. കേരളത്തിനേക്കാൾ ഒരു 4-5 വയസ്സ് കുറവാണ്. കേരളം എന്നേക്കാൾ ഇളയതാണ്, എന്നേക്കാൾ ചെറുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ കേരളം എത്രത്തോളം ചെറുപ്പമാണ്. ചടങ്ങിൽ വെച്ച അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് മമ്മൂട്ടി ഏറ്റുവാങ്ങി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.